സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, പമ്പയിലും സന്നിധാനത്തും പോലീസ് സ്റ്റേഷനുകളിൽ പരാതി എത്തിയിട്ടുണ്ട് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എന്നത് മാത്രമല്ല, ഈ ഓരോ നിമിഷവും പുതിയ പുതിയ വെളിപ്പെടുത്തൽ, പുതിയ പുതിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് സമഗ്രമായ ഒരു അന്വേഷണം അനിവാര്യമാക്കിയിരിക്കുകയാണ്. ശബരിമല ഒരു ചെറിയ വിഷയമല്ല. കോടാനുകോടി ഭക്തര് അവരുടെ ഏറ്റവും വികാരപരമായ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പവിത്രമായി കാണുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഏതൊരു ഭക്തനെ സംബന്ധിച്ചും അങ്ങേയറ്റം വിഷമുണ്ടാക്കുന്നതാണ്, അവരെ വേദനിപ്പിക്കുന്നതാണ്. അപ്പൊ ഇപ്പോ ശബരിമലയെ സംബന്ധിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ, അത് വിശ്വ ഹിന്ദു പരിഷത്തും അതേപോലെ ശബരിമല കർമ്മസമിതിയും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സമഗ്രമായ ഒരു അന്വേഷണം, അതിപ്പോ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം കൊണ്ട് പര്യാപ്തമല്ല ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാൻ. അതിൽ കുറച്ചുകൂടി ഉന്നതമായ അന്വേഷണം ആവശ്യമാണ്. ഒരു ആസൂത്രിതമായ അന്വേഷണം ആവശ്യമാണ്. അപ്പൊ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ ഇത് അന്വേഷിക്കുക എന്നുള്ള ആവശ്യം ഇത്തരുണത്തിൽ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിവാദങ്ങൾ, അതിനപ്പുറത്തേക്ക് അതിന്റെ അഴിമതി അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ CBI പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് സംസ്ഥാന പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ച് അത് കണ്ടെത്താൻ കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശങ്കരൻ സാറിനെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഒരു അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അന്വേഷണം ഇൻവെന്ററി രേഖപ്പെടുത്താൻ മാത്രമാണ്. അതായത് ശബരിമലയിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ഇൻവെന്ററി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോ അത് ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിച്ചാൽ മതിയാവും. ശ്രീ ആർ വി ബാബു, അതായത് ശബരിമലയിൽ നടന്നത് സംഘടിത കൊള്ള എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. യാതൊരു തർക്കവുമില്ല. അത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടന്ന കൊള്ളയല്ല. ദേവസ്വം ബോർഡ് അധികാരികൾ, ദേവസ്വം ബോർഡ് ഭരണാധികാരികളുടെ ഉത്തമമായ അറിവോടെ, അവരുടെ പിന്തുണയോടെ, ഒത്താശയോടെ അവർക്കും കൂടി പങ്കുള്ള ഒരു കൊള്ള തന്നെയാണ്. കാരണം ഈ അവതാരത്തിന് അതിന്റെ അധികാരത്തിന്റെ എല്ലാ ഇടനാഴികളിലും സ്വാധീനമുണ്ട്. ഈ ശബരിമലയില് കൊള്ള നടത്തി എന്ന് പറയുന്ന അവതാരത്തിന് അധികാരത്തിന്റെ ഇടനാഴികളിൽ എല്ലായിടത്തും സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള ആൾ ഇവരൊന്നും അറിയാതെ ഈ തരത്തിലുള്ള തട്ടിപ്പ് നടത്തും, ശബരിമലയെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ യാതൊരു സംശയമില്ല ഈ അധികാരികൾക്ക്, ദേവസ്വം ഭരണാധികാരികൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അവരറിയാതെ ഈ തരം കാര്യങ്ങൾ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഒരു നിമിഷം തുടരാൻ അവകാശമില്ല എന്ന് ആവർത്തിച്ച് ഹിന്ദു ഐക്യവേദി പറയുക. ദേവസ്വം ബോർഡ് രാജിവെച്ച് ഒഴിയണം. ദേവസ്വം ബോർഡിന് തുടരാൻ അവകാശമില്ല. മുൻ ദേവസ്വം ബോർഡുകളുടെ ഭരണാധികാരികളെ മുഴുവൻ പ്രോസിക്യൂട്ട് ചെയ്യണം. അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യണം. ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് അവർക്കെതിരെയുള്ള അന്വേഷണം ആരംഭിക്കണം. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ഒരു കോടാനുകോടി രൂപയുടെ തട്ടിപ്പ്, അവിടുത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്തത്, അതിൽ ഈ പറയുന്ന തരത്തിലുള്ള ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചതിന്റെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെ, അതിന്റെ ഗൂഢാലോചന നടത്തിയവരാരൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അനിവാര്യമാണ്. CBI അന്വേഷിക്കണമെന്ന ആവശ്യം അതുകൊണ്ട് തന്നെ ശക്തവുമാണ്. അതെ, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്.